ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും 24-ന്റെ വാർത്തോദയത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ സംഭവിച്ചു തുടങ്ങുന്ന മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് മോർണിംഗ് വാക്കുമായി. അതെ, വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ഒരു ടാഗ് ലൈനോടുകൂടെ 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന ഒരു മോർണിംഗ് വാക്കിലേക്ക്, ഒരു സൂപ്പർ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ 2024 ഡിസംബർ 7 അപ്പോൾ ഒരു വീക്കെൻഡാണ്. അപ്പൊ അതിൻ്റെതായ ആലസ്യം ഒരുപക്ഷെ എല്ലാവർക്കും കാണും. പക്ഷെ ആലസ്യം നമുക്ക് വേണ്ട നല്ല എനർജിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊപ്പം നടക്കാൻ പ്രേക്ഷകരും തയ്യാറായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കാം. വാർത്തകൾ കാണുക, പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഹാജരാകുക, നിങ്ങളുടെ ഹാജർ സമർപ്പിക്കുക. അപ്പോ നമുക്ക് പോകെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ചിറ്റൂരിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂർ പാലത്തിന് മുകളിലാണ്. ഇവിടെ അല്പസ്വല്പം നല്ല രീതിയിൽ മഞ്ഞുണ്ട്, പുകമഞ്ഞുണ്ട്, പുകപടലമുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ സ്മോഗ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് ഫോഗും ഒരു കമ്പനിയിൽ നിന്ന് പുറത്തുവിടുന്ന പുകയും കൂടെ ചേർന്നത് സ്മോഗ് ആയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം. അതെ, പരസ്പരം കാണാൻ കഴിയാത്ത വിധം നല്ല പുകയുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് മാറുന്നുണ്ട്. അപ്പൊ പോകെ അതും തെളിഞ്ഞു വരും. മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നമ്മുടെ മോർണിംഗ് വാക്ക് നമുക്ക് തുടങ്ങാം. വളരെ എനർജറ്റിക് ആയിട്ട് തുടങ്ങാം അല്ലേ? അപ്പൊ ഇന്ന് നേരത്തെ നമ്മള് ഇംഗ്ലീഷ് ദിവസം മാത്രമേ പറഞ്ഞുള്ളൂ, മലയാളം പറഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞേക്കാം. വൃശ്ചികം 22, സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ്, കൊല്ലവർഷം 1200. ഓക്കെ. അപ്പൊ ഇന്ന് റോമിലൊരു വിശേഷം നടക്കുന്നുണ്ട്. മലയാളികൾക്ക് ഒരുപാട് മധുരം നൽകുന്ന ഒരു വിശേഷമാണത്. വൈദിക പദവിയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മലയാളി മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് ഇന്ന് സ്ഥാനമേൽക്കുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആ വാർത്തയിൽ തുടങ്ങാം നമുക്ക്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വത്തിക്കാൻ സമയം വൈകിട്ട് 4-നാണ് തിരുക്കർമ്മങ്ങൾ. സ്ഥാനാരോഹണ സമയത്ത് ജോർജ് കൂവക്കാടിന്റെ മാതൃ ഇടവകയായ മാമൂട് ലൂർദ് മാതാ പള്ളിയിലും ചങ്ങനാശ്ശേരി രൂപതയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കേരളത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് പാടിയത്ത്, മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെയുള്ളവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പുതിയ കർദിനാൾമാർ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച വത്തിക്കാൻ സമയം രാവിലെ 9:30 മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ ഭാഗമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പയോടൊപ്പം പുതിയ കർദിനാൾമാരും കാർമ്മികത്വം വഹിക്കും. സീറോ മലബാർ സഭയിൽ നിന്നും പ്രത്യേകമായി ക്ഷണം ലഭിച്ച വൈദികർ സഹകാർമ്മികരാകും. വൈകിട്ട് സാന്താ അനസ്താസിയ സീറോ മലബാർ ബസലിക്കയിൽ മാർ ജോർജ് കൂവക്കാടിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണവും തുടർന്ന് സ്വീകരണ സമ്മേളനവും നടക്കും. സ്ഥാനാരോഹണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘവും വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, BJP ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവർ പ്രതിനിധി സംഘത്തിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ അതാണ് എന്തായാലും ഈ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ജോർജ് കൂവക്കാട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന് വത്തിക്കാനിലാണ് നടക്കുക. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുക. വൈദിക പദവിയിൽ നിന്ന് നേരിട്ടാണ് ജോർജ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന്. ടോബി, വെരി 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 ഗുഡ് മോർണിംഗ്. മലയാളികൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ്. ഒരു മലയാളി വത്തിക്കാനിൽ അംഗീകരിക്കുന്നത് ലോകമാകമാനം ഒരു അഭിമാന നിമിഷമാണ്. വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, പ്രജിൻ, തീർച്ചയായിട്ടും ലോകത്താകമാനമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം തന്നെ രാജ്യത്തെ ക്രൈസ്തവ സഭയ്ക്കും ഇതൊരു വലിയ നേട്ടമായി തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. 2 മാസം മുൻപാണ് നേരിട്ട് ഇത്തരത്തിൽ ഒരു വൈദികനെ കർദിനാളായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം റോമിൽ നിന്നും വത്തിക്കാനിൽ നിന്നും വന്നത്. അന്നു മുതൽ തന്നെ വലിയ സന്തോഷത്തിലാണ് രാജ്യത്തെ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി രൂപതയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ
മാതൃ ഇടവകയായ മാമൂട് ലൂർദ് ഫൊറാന പള്ളിയും. എന്തായാലും ഈ ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കുമ്പോൾ അതേസമയം തന്നെ ഇവിടെയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരി രൂപതയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ, വൈദികരെല്ലാം തന്നെ വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇടവകയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കഴിഞ്ഞ ദിവസം ഈ കർദിനാളാകുന്നതിന് മുന്നോടിയായിട്ട് മെത്രാഭിഷേകം നടന്നിരുന്നു. വിപുലമായ ഒരു ചടങ്ങായിരുന്നു അത്. അതിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വെച്ച് അതിരൂപതയിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. അവിടെ നമ്മൾ കണ്ടത് വലിയൊരു വിശ്വാസ സമൂഹം ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ പങ്കുചേരാൻ വന്നിരുന്നു. നേരിട്ട് വൈദിക പദവിയിൽ നിന്നും കർദിനാളാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അതിനുള്ള കാരണം മാർപ്പാപ്പയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. കാരണം 2024 വൈദിക പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം 2020 വത്തിക്കാനിൽ എത്തി അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ സംഘത്തിൽ ചേരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആധ്യാത്മിക യാത്രകളിലെല്ലാം തന്നെ നേതൃത്വം വഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ളൊരു വൈദിക പദവിയിൽ നിന്നും കർദിനാളാകുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങെന്ന നിലയിലാണ് മെത്രാഭിഷേകം അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. ഏതായാലും ഈ ചടങ്ങ് നടക്കുമ്പോൾ പ്രാർത്ഥനകൾ ഇടവകയിലും അതുപോലെ തന്നെ രൂപതയിലും അതിരൂപതയിലും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും സഹോദരനും അടക്കമുള്ള കുടുംബാംഗങ്ങളും വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിനിധി സംഘം അവിടെയുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെയുള്ളത്. കൊടുക്കുന്ന സുരേഷ്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വലിയൊരു നേട്ടമായി തന്നെയാണ് ഇത് ഈ ഒരു സ്ഥാനാരോഹണത്തെ കാണുന്നത്. രാത്രി 9 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആ സമയത്താണ് കേരളത്തിലും, അതായത് മാമൂട് ഇടവക പള്ളിയിലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുക. കൃഷ്ണാപജൻ. ശരി, എന്തായാലും രാജ്യത്തിന് അഭിമാന മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിയെയും ഇന്ത്യൻ സംഘത്തെയും വിട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സംഘവുമുണ്ട്. എല്ലാവർക്കും അഭിമാനമുള്ള ഈ നിമിഷത്തിൽ 24-ന്റെയും ആശംസകൾ, അല്ലേ? അപ്പോൾ നമ്മുടെ പവിത്രൻ പാതിരെ പറ്റി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാര്യം പറയുമ്പോൾ വ്യക്തമായി പറയണം. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു, പാലക്കാട് ചിറ്റൂരാണോ നിൽക്കുന്നത്? പാലക്കാട് ചിറ്റൂരല്ല, ഇത് എറണാകുളത്തെ ചിറ്റൂരാണ്. അപ്പോൾ അതിലും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത വാർത്തയിലേക്ക് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണെന്ന് പറയാതെ വയ്യ. കാരണം സർക്കാർ പൂഴ്ത്തിവെച്ച ചില പേജുകളുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അത് പുറത്തു വരണം എന്ന് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. അതിൽ വിവരാവകാശ കമ്മീഷൻ കോടതിയൊക്കെ പറയുന്നു ആ പേജുകളൊക്കെ പുറത്തു വരേണ്ടതാണ്. അതേസമയം ഈ സ്വകാര്യത മാനിക്കണം എന്നൊക്കെ കോടതി കണ്ടതാണ്. പക്ഷേ അവർ പറഞ്ഞിട്ടും ചില പേജുകൾ സർക്കാർ ഇപ്പോഴും പൂഴ്ത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. 49, 50, 51, 52, 53 പേജുകൾ അത് ആ റിപ്പോർട്ടിൽ കാണുന്നില്ല. അപ്പോൾ ആ പേജുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അങ്ങനെയെങ്കിൽ അത് എന്തോ ഒളിക്കാനില്ലേ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ആ പേജുകൾ പുറത്തുവിടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു തീരുമാനം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവും. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒളിക്കപ്പെടാൻ എന്തോ ഉണ്ട് എന്ന് എല്ലാവരും സംശയിക്കുന്ന ആ പേജുകൾ ഇന്ന് പുറത്തുവിടുമോ? എന്തായിരിക്കും വിവരാവകാശ കമ്മീഷണറുടെ ഒരു നീക്കമെന്ന്? ക്രിസ്റ്റീന പ്രജിൻ, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഹൈക്കോടതിയും ഒപ്പം തന്നെ വിവരാവകാശ കമ്മീഷണറും കണ്ട് പരിശോധിച്ചതിന് ശേഷം ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത, ഹനിക്കാത്ത നിലയിലുള്ള പേജുകൾ പുറത്തുവിടണം, മുഴുവൻ പേജുകളും പുറത്തുവിടണം എന്നായിരുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ കണ്ട അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ തന്നെ പുറത്തുവിടാൻ നിർദ്ദേശിച്ച പേജുകളിൽ ചിലതാണ് സർക്കാർ സ്വന്തം നിലയിൽ മുക്കിയത്. അതിനുശേഷം ആ പേജുകൾ പുറത്തു വരാത്തതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വിവിധ അപ്പീലുകൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെ നൽകിയത്. ആ അപ്പീലിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പേജുകൾ പുറത്തുവിടണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില പാരഗ്രാഫുകൾ, ചില പേജുകളിലെ ചില വാക്കുകൾ, അങ്ങനെ പലതും സർക്കാർ തന്ത്രപൂർവ്വം മുക്കിയിരുന്നു. അതൊക്കെയും പുറത്തുവിടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച തീരുമാനം വിവരാവകാശ കമ്മീഷണർ ഇന്ന് എടുക്കും. 49 മുതൽ 53 വരെയുള്ള പേജുകളാണ്. അതിലെ പ്രധാനപ്പെട്ട
ഭാഗങ്ങൾ, അതായത് ആ പേജുകൾ പൂർണ്ണമായി ഒഴിവാക്കി, അതല്ലാതെ ചില ഖണ്ഡികകൾ ഒഴിവാക്കിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വാക്കുകൾ പുറത്തുവിടണം, ഏതൊക്കെ പേജുകൾ പുറത്തുവിടണം എന്നുള്ളതിലെ തീരുമാനം വിവരാവകാശ കമ്മീഷണറുടേതാണ്. അത് ഇന്ന് തന്നെ ആ തീരുമാനമെടുക്കും. ഇന്ന് തന്നെ തീരുമാനമെടുത്തതിന് ശേഷം ഇന്ന് തന്നെ ആ വിവരങ്ങളും പേജുകളും പുറത്തുവിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. ഇന്നും അങ്ങനെ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വലിയ കോളിളക്കം വീണ്ടും ഉണ്ടാകുമോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും സജീവമായി ചർച്ചയാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കണം. കാര്യം എന്തുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ട് പൂഴ്ത്തി, എന്തുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ വീണ്ടും പുറത്തുവിട്ടപ്പോൾ ചില വാക്കുകൾ പൂഴ്ത്തി എന്നതൊക്കെ അറിയണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വെട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണോ സർക്കാരിൻ്റേത്, അതിൽ എന്താണ് ആ 4 പേജുകളിലും ഒപ്പം പൂഴ്ത്തിയ പാരഗ്രാഫുകളിലും ഒളിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അറിയുകയും ചെയ്യാം. ക്രിസ്റ്റീന പ്രജിൻ. ശരി, ഇപ്പോ എന്തുകൊണ്ട് എന്ന് ഒരുപാട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷ. സലിം മാലിക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വരും ബുള്ളറ്റിനുകളിലും ചേരും. കോടതി പറയുന്നു അത് നൽകാം, വിവരാവകാശ കമ്മീഷൻ പറയുന്നു നൽകാം, അപ്പോഴും സർക്കാർ അത് പൂഴ്ത്തുന്നു. അതിലാണ് എന്തോ ഒളിക്കാനില്ലേ എന്നൊരു സംശയം ബലപ്പെടുന്നത് അല്ലേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. അടുത്ത വർഷം ഏപ്രിലിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയ രേഖയുടെ കരട് തയ്യാറാക്കിയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. നേരത്തെ തയ്യാറാക്കിയ അടവ് നയ അവലോകന രേഖയിൽ BJPയെ ചെറുക്കുന്നതിൽ ഇന്ത്യ സഖ്യം വിജയിച്ചുവെങ്കിലും പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിരുന്നു. എന്നാൽ നയപരമായ മാറ്റത്തെക്കുറിച്ച് പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നയസമീപനങ്ങളാകും രേഖയിൽ ഉണ്ടാവുക എന്നാണ് സൂചന. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ അവലോകനവും യോഗത്തിലുണ്ടാകും. സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളും യോഗം വിലയിരുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഡൽഹി ചലോ മാർച്ചിന് തയ്യാറെടുത്ത് കർഷകർ. ഇന്നലെ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയെങ്കിലും ശംഭുവിൽ വെച്ച് ഹരിയാന പോലീസ് അത് തടഞ്ഞത് നമ്മൾ കണ്ടതാണ്. അർദ്ധസൈനിക വിഭാഗം കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെയാണ് കർഷകർക്ക് പിന്നീട് താൽക്കാലികമായി പിൻവാങ്ങേണ്ടി വന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു ദിവസം സമയം നൽകിയിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. 101 കർഷകരാണ് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായത്. കർഷക സമരം മുൻനിർത്തി ഡൽഹി അതിർത്തികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കിഴക്കേക്കോട്ടയിൽ സംഭവിച്ചൊരു ദാരുണമായ അപകടം. അതിലൊരു ആളുടെ ജീവൻ നഷ്ടമാവുന്നതാണ്. അത് കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ട് അവിടെ കേരള ബാങ്ക് ജീവനക്കാരനായിരുന്ന ഉല്ലാസ് എന്ന് പറയുന്ന 51കാരൻ ദാരുണമായി മരിക്കുകയായിരുന്നു. ആ കിഴക്കേക്കോട്ടയിലെ അത്തരം KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും തമ്മിലുള്ള മത്സരപ്പാച്ചിൽ, അവിടെ തോന്നുംപടിയുള്ള പാർക്കിംഗ്, ഇതെല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടുത്തെ പ്രശ്നങ്ങളാണ്. അധികൃതർ ആദ്യം ഇടപെടും, പിന്നീട് എല്ലാം വീണ്ടും പഴയതുപോലെ. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടലിലേക്ക് സർക്കാർ കടക്കുമോ അധികൃതർ കടക്കുമോ എന്നൊക്കെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. സലീം മാലിക്കുണ്ട് വിശദാംശങ്ങളുമായി. സലീം, ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് നൽകുകയാണ്. ഒപ്പം തന്നെ ഈ കിഴക്കേക്കോട്ടയിൽ ഇതേപോലെ നടക്കുന്ന നിയമലംഘനങ്ങളിൽ പരിശോധനയും ഉണ്ടാകും. ഇതിനൊരു അറുതി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ക്രിസ്റ്റീന പ്രജിൻ, സത്യസന്ധമായി പറഞ്ഞാൽ അറുതി വരാനുള്ള സാധ്യതയൊന്നും കാണുന്നതേയില്ല. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന ഇന്നെങ്കിലും അവിടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഈ സമാനമായി തന്നെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇത് 3ാമത്തെ മരണമാണ്. ഈ ഓരോ മരണം ഉണ്ടാകുന്നതിനെയും പിറ്റേ ദിവസം അവിടെ ചടങ്ങിനൊരു പരിശോധന നടക്കാറുണ്ട്. ആ ദിവസം മാത്രം കാര്യങ്ങൾ അല്പമെങ്കിലും ഭംഗിയായി നടക്കാറുണ്ട്. അതിനുശേഷം എല്ലാം പഴയപടിയാണ്. പക്ഷേ വലിയ ഗുരുതരമായ ഗൗരവമുള്ളൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. കാരണം അത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ, അതും സീബ്ര ലൈനിലൂടെ തന്നെ മുറിച്ചു കടക്കുന്നതിനിടെ ഒരു KSRTC ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും, ആ 2 ബസ്സുകളുടെയും ഇടയിൽ ഞെരുങ്ങി ദാരുണമായാണ് ഉല്ലാസ് മുഹമ്മദ് എന്ന 52കാരനായ മനുഷ്യൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവമുള്ള വിഷയത്തിലെങ്കിലും ഇനി അധികൃതർ ഇടപെടുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഈ അപകട വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഗതാഗത മന്ത്രി ഗതാഗത കമ്മീഷണറോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് നൽകും. അതിനുശേഷം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അതോ പൂർണ്ണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുമോ എന്ന
നമുക്കറിയില്ല. മാത്രമല്ല ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ വലിയ ശ്രദ്ധാപൂർവ്വം കാത്തിരിക്കുകയാണ്. കാരണം നമ്മൾ തന്നെ 24-ലൂടെ തന്നെ പലതവണ അവിടുത്തെ അപകടങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അധികൃതരുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ഭരണസ്ഥിരാകേന്ദ്രത്തിന് മൂക്കിന് താഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കിഴക്കേക്കോട്ടയിൽ ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ഇവരുടെ മത്സരമാണ്. അത് മത്സര ഓട്ടത്തിനൊപ്പം തന്നെ മത്സര പാർക്കിങ്ങും ഒക്കെയാണ്. തീർത്തും അശാസ്ത്രീയമായി ട്രാഫിക് സിഗ്നലുകളെ പോലും ഗൗനിക്കാതെയുള്ള ഈ രണ്ട് കൂട്ടരുടെയും ബസ്സുകളുടെയും ഈ മത്സരം അത് വലിയ തടസ്സവും ബുദ്ധിമുട്ടും അവിടെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നു മുതൽ അവിടെ പരിശോധന ഉണ്ടാകും. പോലീസിന്റെയും ഒപ്പം ഗതാഗത വകുപ്പിന്റെയും പരിശോധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ അത്തരത്തിലൊരു പരിശോധന ഉണ്ടാകുമോ എന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാവിലെ 10 മണിയോട് കൂടിയെങ്കിലും അവിടേക്കൊരു കുറച്ചധികം പോലീസുകാരെങ്കിലും എത്തിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ അപകടം നടന്ന് ഒരു 1.25 മണിക്കൂർ സമയം അവിടെ സാധാരണ പോലെ അത്തരത്തിലൊരു അപകടമേ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന നിലയിലായിരുന്നു ആ സ്ഥലം കടന്നുപോയത്. അതിനുശേഷം മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി, നമ്മൾ ആ വാർത്ത നൽകി. അതിനുശേഷം ആ വാർത്തയിൽ തന്നെ കുറേ മണിക്കൂറുകൾ ലൈവ് നിന്നതിന് ശേഷമാണ് പോലീസും ട്രാഫിക് ഉദ്യോഗസ്ഥരുമൊക്കെ അവിടേക്ക് എത്തിയത്. നമ്മൾ ആ വാർത്ത നൽകാനെത്തുമ്പോൾ ഈ അപകടം 1:45 നടന്നു. അതിനുശേഷം 3:15 നമ്മൾ ആ വാർത്ത നൽകാനായി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴും അവിടെ 2 ട്രാഫിക് പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാർത്ത നൽകി ആ വാർത്ത തുടർച്ചയായി ലൈവ് എടുത്തതിന് ശേഷം അവിടെ 8-ലധികം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അവിടേക്ക് വേണമെങ്കിൽ ട്രാഫിക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാവുന്നതേ ഉള്ളൂ, അവിടേക്ക് വേണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആ 1.25 മണിക്കൂറിന് ശേഷമുള്ള ഇടപെടൽ കാണിച്ചു തന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ഇടപെടൽ ഇന്നുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. എന്തായാലും സലീമെ നോക്കി അതൊക്കെ ഒന്ന് ഈ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പ്രജന, അതല്ലേ എനിക്ക് തോന്നുന്നു, ഈ പരിശോധന നടന്നാൽ എന്താ ഇല്ലെങ്കിൽ എന്താ, നിയമം പാലിക്കപ്പെടേണ്ടതല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കുറ്റം പറയാറുണ്ട്. പക്ഷെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ഇന്നലെ അവിടെ ഈ കിഴക്കേക്കോട്ടയിൽ ഇപ്പം സലീം പറഞ്ഞില്ലേ, അവിടെ ഈ അപകടം നടന്ന ശേഷം കുറെ ഉദ്യോഗസ്ഥർ എത്തിയെന്ന്. ഒരു 10-15ഓളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരവിടെ നിൽക്കുമ്പോൾ പോലും അവിടെ പച്ചയായ നിയമലംഘനം നടക്കുകയാണ്. അതായത് റോഡിന്റെ മധ്യഭാഗത്തേക്ക് ബസ്സുകൾ വന്ന് നിൽക്കുന്നു, അവിടെ കുറെ നേരം പാർക്ക് ചെയ്യുകയാണ്. അപ്പൊ പാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള തോന്നിയ വഴിയുള്ള പാർക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് എന്താണ് അതിൽ ഗതാഗത കമ്മീഷൻ നൽകുന്ന മറുപടി, അതിൽ മന്ത്രി ഏത് രീതിയിൽ ഇടപെടുന്നു, സർക്കാർ ഏത് രീതിയിൽ ഇടപെടുന്നു എന്നൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ എല്ലാവരും തന്നെ പരിശോധിച്ചാലും ഇല്ലെങ്കിലും ആരെങ്കിലും നോക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ പാലിക്കുക, അത് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഷാജി കുണ്ടറ പറഞ്ഞു രാവിലെ നല്ലൊരു ദിവസമായിട്ട് നല്ല വാർത്തകൾ പറയണമെന്ന്. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ ഇനി പറയാൻ പോകുന്ന വാർത്ത ഒരു സങ്കടമുള്ള വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് വീണ മധ്യവയസ്കന് ദാരുണാന്ത്യം. വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയ KP വിദ്യാധരനാണ് മരിച്ചത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി കോഴിക്കോട് ഒന്നിച്ചിരുന്നത്. സമീർ, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ എന്താണ് അവരുടെ പേര്? KP വിദ്യാധരനാണ്. ഇവർ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയതാണെന്ന് മനസ്സിലാക്കുന്നു വീട്ടിന്റെ ടെറസിലേക്ക്. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് മധ്യവയസ്കനായിട്ടുള്ള വ്യക്തിക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 7:30 ഇദ്ദേഹം KP വിദ്യാധരൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഭാഗത്ത് കയറുകയും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനു, അതുപോലെ തന്നെ മക്കളായിട്ടുള്ള അതുൽ, മിഥുൻ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം. ഇന്നലെ രാത്രി ഉണ്ടായ ആ അപകടത്തിലാണ് 59-കാരനായിട്ടുള്ള കണ്ണൻകുന്നുമ്പൽ KP വിദ്യാധരൻ എന്നുള്ള വ്യക്തിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏതായാലും വേദനിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, ആ മരണത്തിൽ നമ്മുടെയും ദുഃഖം അറിയിക്കുന്നുണ്ട്. എന്നാലും രാവിലെ വന്ന ഒരു ദുഃഖമുള്ള വാർത്തയാണത്. സമീർ സി മുഹമ്മദാണ് വാർത്ത കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതെ, ഈ കോഴിക്കോട് നിന്ന് തന്നെയുള്ള മറ്റു വാർത്തയിലേക്കാണ്. എലത്തൂരിലെ ജലാശയങ്ങളിൽ കലർന്ന ഡീസൽ നിർവീര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നും തുടരും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം മാനേജ്മെന്റ് മുംബൈയിൽ നിന്നെത്തിച്ച രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് നിർവീര്യമാക്കുന്നത്. അപകട കാരണം സെൻസർ ഗേജ് തകരാറ് മൂലമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ സെൻസർ ഗേജ് തകരാറിലായി എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു.
മെക്കാനിക്കൽ, ഇലക്ട്രോണിക് വിഭാഗങ്ങൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്റ്റോറേജ് കണ്ടെയ്നറുകൾ ലീക്ക് പ്രൂഫ് ആണെന്ന് ഉറപ്പുവരുത്തണം എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധം കുറച്ചൊന്നും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നു ഈ പ്ലാന്റ് ഇനി ഇവിടെ വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, മാറ്റി സ്ഥാപിക്കണം എന്നൊരു ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാർ. അതെ. അപ്പോൾ നമുക്കിനി കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ അറസ്റ്റിലായ ദുർമന്ത്രവാദ സംഘത്തെ സഹായിച്ചവരെ പ്രതികളാക്കാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. റിമാൻഡ് ചെയ്ത പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. തട്ടിയെടുത്ത സ്വർണം എവിടെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ ഇവരുമായി ഈ ജ്വല്ലറികളിലൊക്കെ എത്തി സ്വർണം കണ്ടെടുക്കാൻ സാധിക്കും. ഗഫൂർ ഹാജി കൊല്ലപ്പെട്ട മുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറയുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. ഇതാണ് ആ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റ് രാവിലത്തെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ വാലി എല്ലാ ദിവസവും, അതായത് ദിലീപ് PC എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എല്ലാ ദിവസവും ഓരോ സജഷൻസ് പറയും. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പർ പറയുന്നു ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ആരാ പറഞ്ഞ എല്ലാ ദിവസവും ഞങ്ങൾ വായിച്ച ആ ഒരു, അതായത് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് റോഡുകൾ കയ്യേറി പ്രകടനങ്ങളും സമരങ്ങളും നടത്തുന്നത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമയനഷ്ടം മറികടക്കാനുള്ള വാഹനങ്ങളുടെ അമിത വേഗത റോഡപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പറയുന്നു. ശരിയാണ് ഈ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മുടെ സീന മുഹമ്മദ് പറയുന്നുണ്ട് 5:45 ഭർത്താവ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്, നമ്മൾ രാവിലെ വരും എഴുന്നേൽക്കുക എന്ന് പറയും. അപ്പൊ അവരുടെ അലാം ടോൺ അതാണ്. അതൊരു നല്ല കാര്യമാണ്. എഴുന്നേൽക്കുക നടക്കുക. റീന സതീശനുണ്ട്, ഫാത്തിമയുണ്ട്, നൌഷാദ് ഉണ്ട്. വിനോദ എന്താണ് എന്റെ കമന്റ് വായിക്കാതെ പ്രക്രി 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്കായി കാത്തിരിക്കുകയാണെന്ന് എല്ലാ ദിവസവും വായിക്കുന്നുണ്ടല്ലോ. ഇന്നലെയും പറഞ്ഞല്ലോ ചേട്ടൻ ചായ ഇട്ട കാര്യമൊക്കെ 2-3 ദിവസം മുമ്പ് പറഞ്ഞു. അങ്ങനെ പറയല്ലേ? അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിലൊക്കെ കമന്റൊക്കെ കുറിക്കുക. കമന്റ് ബോക്സിൽ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം തോന്നും. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരിടത്താണ്. ഇവിടെയുള്ള ചിറ്റൂർ പാലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു പബ്ലിക് ഓപ്പൺ ജിം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് രാവിലെ തൊട്ട് വന്ന് കസരത്തൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം.